അനക്കേ, ഞാൻ ഏട്ടത്തിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. തനിക്കറിയാവുന്നൊക്കെ താൻ ഏട്ടത്തിയോട് പറയും. ഏട്ടത്തി, കാലിൽ വീണ മാപ്പ് പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്ത തെറ്റുകളൊന്നും ഇല്ലാതാവില്ല എന്ന് എനിക്കറിയാം. എങ്കിലും എന്നോട് ക്ഷമിക്കണം. ആന്തരെ പോലെയോ സ്നേഹയെ പോലെയോ ഇനി എന്നെ കാണാനാവൂ അർച്ചനേട്ടത്തേക്ക്? ഇനി എന്നല്ല, എപ്പോഴും ഞാൻ നിന്നെ അങ്ങനെ കണ്ടിട്ടുള്ളൂ. നീ ചെയ്ത തെറ്റുകള് നീ സ്വയം ചെയ്തതല്ലെന്നും എനിക്കറിയാം. ദേഷ്യങ്ങളെല്ലാം അപ്പൊ തീർക്കുന്നല്ലാതെ വലിയൊരു പകയായി മനസ്സിൽ സൂക്ഷിക്കുകയൊന്നുമില്ല ഞാൻ. ഞാൻ ഇതുവരെ ചെയ്തതൊക്കെ ഏട്ടത്തെ മറക്കണം. ഇനി നന്നായി ജീവിക്കാനും സന്തോഷത്തോടെ നിങ്ങളോടൊപ്പം കഴിയാനുള്ള ഒരു അവസരം എനിക്ക് തരണം. നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമ്പോൾ വഴക്ക് പറയുന്നതും തല്ലുന്നതും ഒക്കെ എന്തെങ്കിലും ഒരു ദിവസം നീ ഇതുപോലെ എന്നോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാ. വഴക്കും അടിയൊന്നും ഇല്ലാതെ സ്വയം മനസ്സിലാക്കി തന്നെ നീ ഓരോന്നും തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ ഒരു തിരിച്ചറിവിൽ നീ നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെ നിന്നെ സഹായിക്കില്ല എന്ന് പറയുന്നു? നീ ഇരിക്കാം. സന്ദീപ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പെട്ടെന്നെന്താ അവന്റെ അടുത്ത് നിനക്കൊരു വിവാഹം ആലോചിക്കാൻ കാരണം? ചേച്ചിയുടെ ഒരു പരിചയക്കാരനാ, എന്തോ കമ്മിറ്റ്മെന്റിന്റെ പേരിലാണെന്നാ പറഞ്ഞത്. നീ അയാളെ കണ്ടിട്ടില്ലേ? നിനക്കറിയോ ആരാണെന്ന്? ഞാൻ കണ്ടിട്ടുണ്ട് ഏട്ടത്തെ, എനിക്ക് നല്ലപോലെ അറിയുകയും ചെയ്യാം. പക്ഷേ അത് പോട്ടെ, നിനക്കറിയാവുന്ന ആളായിട്ടും നീ എന്താ അത് ഒരു തരത്തിലും വേണ്ടെന്ന് പറയുന്നേ? അവനൊരു ക്രിമിനലായിട്ടത്തെ. വെറും ക്രിമിനൽ ഒന്നും അല്ല, നൊട്ടോറിയസ് ക്രിമിനൽ. അങ്ങനെയുള്ള ഒരുത്തിന്റെ കൂടെയാണോ ഞാൻ ജീവിത അവസാനം വരെ ജീവിക്കേണ്ടത്? എന്റെ ചേച്ചി ഇത് എന്ത് കണ്ടിട്ടാണെന്നൊന്നും എനിക്കറിയില്ല. എന്റെ ജീവിതത്തെക്കുറിച്ചോ എന്റെ സന്തോഷത്തെക്കുറിച്ചോ ഒന്നും ആലോചിക്കുന്നത് പോലും ഇല്ല എന്നുള്ളതാ സത്യം.